ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തേങ്ങ അരച്ച മീൻകറി ഉണ്ടാക്കാം. അടുപ്പ് കത്തിച്ചു, ചട്ടി വെച്ചു. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവായി ഒന്ന് പൊട്ടി വരുമ്പം അതിലേക്ക് 7 വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുക. പിന്നീട് അതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്കൊരു 4 പച്ചമുളക് നീളത്തിൽ കീറിയതും കൂടി ഇട്ട് കൊടുക്കുക. എരിവിനനുസരിച്ച് എല്ലാവരും പച്ചമുളക് ചേർക്കുക. ഞാൻ 4 എണ്ണമാണ് ചേർത്തിരിക്കുന്നത്. കുറച്ചുകൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 6-7 എണ്ണം കൂടി ചേർക്കാം. 6-7 എണ്ണം ചേർക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴട്ടുക. ഒരുപാടൊന്നും വഴലണ്ട, ജസ്റ്റ്. ഇതിലേക്ക് 2 കതിർപ്പ് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഒന്നൊന്ന് വാടിയാൽ മതി, ഒരുപാടങ്ങ് മുരിഞ്ഞൊന്നും വരേണ്ടതില്ല. ഇത് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇനി നമുക്ക് മീൻകറിക്ക് ആവശ്യമായ അരപ്പ് റെഡിയാക്കാം. 4 ചുമന്നുള്ളി, വലിയ ഒരു മുറി തേങ്ങ ചിരണ്ടിയത്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് നല്ല ഫൈനായിട്ട് അരയ്ക്കുക. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് തേങ്ങയും ചുമന്നുള്ളിയും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് അരച്ച് വെച്ചേക്കുന്നതും കൂടി ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം വെള്ളം ഒഴിക്കേണ്ടതില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ അത്രയും മതി. അതിനുശേഷം നമുക്ക് മീനൊക്കെ ഇട്ടിട്ട് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മൾ അരച്ച മിക്സിയുടെ ജാറൊന്ന് കഴുകി കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മീനിൻ്റെ അളവനുസരിച്ച് ഉപ്പ് ചേർക്കുക. ഞാനിപ്പോൾ 1 കിലോ മീനിനുള്ളതാണ് കാണിക്കുന്നത്. മീനിൻ്റെ അളവനുസരിച്ച് വെള്ളം ചേർക്കുക. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം. കറി നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം. പുളിക്കായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 6 ഇരുമ്പമ്പുളി, ഇതുപോലെ നീളത്തിലരിഞ്ഞതും 2 കുടംപുളിയുമാണ്. ഈ ഇരുമ്പമ്പുളിക്ക് പകരമായിട്ട് വേണമെങ്കിൽ ഒരു 4 കുടംപുളി ചേർത്താലും മതിയാകും. അതല്ലെങ്കിൽ കുടംപുളി ഒന്നും ചേർക്കാതെ പച്ചമാങ്ങ ചേർത്താൽ മതിയാകും. അതല്ലെങ്കിൽ കുടംപുളി മാത്രം ചേർത്താൽ മതിയാകും. അതല്ലെങ്കിൽ ഇരുമ്പുളി മാത്രം ചേർത്താലും മതിയാകും. ഇതിപ്പം ഇരുമ്പുളി എൻ്റെ കയ്യിൽ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ 6 ഇരുമ്പുളിയും ബാക്കി കുടംപുളിയും ചേർക്കുന്നത്. ചേർത്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം കുടംപുളി അത് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ അരച്ച കറിക്ക് കുറച്ച് നന്നായിട്ട് പുളിയുടെ ടേസ്റ്റ് വേണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഗ്രേവി അനുസരിച്ചിട്ട് വേണം വെള്ളം ചേർക്കാനായിട്ട്. അതായത് ഒരുപാട് നീണ്ട ഗ്രേവി വേണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം ചേർക്കണ്ട. അതല്ല കുറച്ച് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ ഇത്തിരി വെള്ളം കൂടി ചേർക്കും. ഇത് കണ്ടോ, എനിക്ക് ഇത്ര തിക്ക് ഗ്രേവി വേണ്ട. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. ഇതിനകത്ത് ആ പുളിയും ഇരുമ്പുളിയും കുടംപുളിയും എല്ലാം കിടന്ന് അതിൻ്റെ പുളിയെല്ലാം ഇറങ്ങി ഒന്ന് സെറ്റ് ആവട്ടെ. ഒരു 5 മിനിറ്റ് തിളച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം. ഇത് 1 കിലോ ചെറിയ അയല വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കറി ഇപ്പം തിളച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അയല കൂടി ചേർത്ത് കൊടുക്കാം. മീനിട്ട് ഒരുപാടിട്ട് ഇളക്കാൻ പാടില്ല. ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് ചേർക്കാനേ പാടുള്ളൂ. അതല്ല പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കണ്ടോ, ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ മീനും ആ ഗ്രേവിയിൽ മുങ്ങി കിടക്കത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് 5 മിനിറ്റ് മൂടി വെക്കാം. നമുക്കിനി ഇതിലേക്ക് 1 കതിർപ്പ് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി മൂടി വയ്ക്കാം. ഈ ഗ്രേവി വേണ്ടവർക്ക് ഇതുപോലെ എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഗ്രേവി കുറച്ച് മതിയെങ്കിൽ കുറച്ച് നേരം കൂടെ വെച്ച് വറ്റിച്ചെടുക്കാം. ഉപ്പ് നോക്കാം നമുക്ക്. ഉപ്പുണ്ട്, ഒരു നുള്ളു കൂടെ ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകിക്കോട്ടെ. അതിനുശേഷം നമുക്ക് ഓഫ് ചെയ്യാം. ഈ അയലയൊക്കെ പെട്ടെന്ന് വേകുന്ന മീനാണ്. അതുകൊണ്ട് ഒരുപാട് സമയമൊന്നും വയ്ക്കേണ്ട കാര്യമില്ല. അയല, മത്തി പോലെയുള്ള മീനുകൾ
നിങ്ങളുടെ മീൻ അനുസരിച്ചിട്ട് വേണമെങ്കിൽ വെന്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സമയം വെക്കാം. ഞാനിതൊന്ന് കുറുകിയതിന് ശേഷം ഓഫ് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് നമുക്കിതിലേക്ക് കടുക് തളിച്ചൊഴിക്കേണ്ടതുണ്ട്. ഇതാ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്ത് മാറ്റിയിട്ട് ഇതിലേക്ക് വേണ്ട കടുക് അതിന് മുമ്പായി നമുക്കൊരു 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. വേറൊരു ചീനിച്ചട്ടി വയ്ക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിക്കാം. 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ചുമന്നുള്ളി വട്ടത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് 2 കതിർപ്പ് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 5 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ചതും കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മീൻകറി ഇവിടെ റെഡിയായി.